അപ്പോൾ നമ്മൾ ആദ്യം ആക്സിൽ ലോഡ് പറഞ്ഞു, നെക്സ്റ്റ് വൺ ഷിയർ ലോഡ് പറഞ്ഞു. ഇനി നമുക്ക് രണ്ട് പോർഷനാണുള്ള, ഒന്ന് ബെൻഡിങ് ലോഡും നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടോർഷനും. ഓക്കെ, അപ്പോൾ തേർഡ് പോർഷൻ ദാറ്റ് ഈസ് ദി എ ബോഡി സബ്ജക്റ്റഡ് ടു bending load. Okay, a body is subjected to bending load or bending moment. Bending load or bending moment, that is equal to M. Bending load or bending. നമുക്കറിയാം ബെൻഡിങ് ലോഡ് എന്ന് പറയുമ്പോൾ ബെൻഡിങ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് എന്ത് തന്നെ, നോർമൽ സ്ട്രെസ് വാല്യൂ തന്നെ അല്ലേ. പക്ഷേ ടോർഷൻ ആണ് അപ്ലൈ ചെയ്തെങ്കിൽ അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന എന്തോ ഷിയർ സ്ട്രെസ് വാല്യൂ അല്ലേ. ബെൻഡിങ് ലോഡ് ആണെങ്കിലും ആക്സിൽ ലോഡ് ആണെങ്കിലും അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് എന്ത് തന്നെ, നോർമൽ സ്ട്രെസ് വാല്യൂ തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്ട്രെസ് മെട്രിക്സ് എഴുതാം, ഒരു പ്രശ്നമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ടെൻസർ is equal to നോർമൽ സ്ട്രെസ് അല്ലേ. അപ്പോൾ എക്സ് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, വൺ ഡയമെൻഷൻ ആയതുകൊണ്ട് സിഗ്മ എക്സ് എക്സ് 0 0 0 0 0 0 0 0. ദാറ്റ് ഈസ് ദി സ്ട്രെസ് ടെൻസർ വാല്യൂ. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ദി സ്ട്രെയിൻ ടെൻസർ. That is equal to normal strain, that is epsilon xx 0 0 0 0 0 0 0 0. That is the stress tensorial representation of stress and strain value. Okay, also we know that volume dv is equal to dA into dx. ഒരു എലമെന്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. ദെൻ കറസ്പോണ്ടിങ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു dA into dx ആവാം. ഓക്കെ, ഇത് ബെൻഡിങ് ലോഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ബെൻഡിങ് ലോഡ് ആകുമ്പോൾ ആക്ച്വലി ബെൻഡിങ് സ്ട്രെസ് ആണ് ആക്ച്വലി നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആദ്യം ആ ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താണ് നമുക്ക് വാല്യൂ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു m divided by I is equal to m divided by I is equal to sigma divided by y. പഠിച്ചിട്ടുള്ള അല്ലേ, m divided by I is equal to sigma divided by y ആവാം. Therefore sigma is equal to, what is the value of sigma? Sigma is equal to m divided by I into y ആവാം അല്ലേ. that is equal to sigma xx is equal to m y divided by I. that is equal to m into y divided by I ആണ് വാല്യൂ, സിഗ്മ എക്സ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ് കിട്ടി. ഇനി എന്താ വേണ്ടേക്കുന്നത്, നോർമൽ സ്ട്രെയിൻ്റെ വാല്യൂ എനിക്ക് വേണ്ടേ അല്ലേ. നോർമൽ സ്ട്രെയിൻ്റെ വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. സ്ട്രെസ്സിൻ്റെ വാല്യൂ എനിക്കറിയാം. ഇനി നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെയിൻ ആണ് വാല്യൂ വരേണ്ടത്. നമുക്കറിയാം യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ അല്ലേ. ദാറ്റ് ഈസ് നോർമൽ സ്ട്രെസ് ഡിവൈഡ് ബൈ നോർമൽ സ്ട്രെയിൻ ആവാം. Therefore normal strain is equal to sigma xx divided by E ആവാം. That is epsilon xx is equal to sigma xx. What is the value of sigma xx? This is m into y divided by I. That is equal to m y divided by I into E. That is the normal സ്ട്രെയിൻ വാല്യൂ. അപ്പോൾ നോർമൽ സ്ട്രെസ്സിൻ്റെ നോർമൽ സ്ട്രെയിൻ്റെ ഇക്വേഷൻ എനിക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് വൺ വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രെയിൻ എനർജി ഇൻ ടൈംസ് ഓഫ് സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി, ദാറ്റ് ഈസ് സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ വോളിയം ഇൻ്റഗ്രൽ ഓഫ് സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ഇൻറ്റു dv ആണ് വാല്യൂ വരുന്നത്. സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി വൺ ഡയമെൻഷൻ ആണ് വാല്യൂ. therefore u is equal to 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ വോളിയം ഇൻ്റഗ്രൽ ഓഫ് സിഗ്മ xx, ദാറ്റ് ഈസ് എപ്സിലോൺ xx ഇൻറ്റു dv ആ വാല്യൂ അല്ലേ. ഇൻറ്റു dv ആണ് വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു u ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് വാല്യൂ, ദാറ്റ് ഈസ് ദി ട്രിപ്പിൾ ഇൻ്റഗ്രൽ ആ വാല്യൂ. സിഗ്മ xx ഈസ് ഈക്വൽ ടു m ഇൻറ്റു y ഡിവൈഡ് ബൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു m y ഡിവൈഡ് ബൈ I ഇൻറ്റു എപ്സിലോൺ xx, ദാറ്റ് ഈസ് ഈക്വൽ ടു m y ഡിവൈഡഡ് ബൈ I e ഇൻറ്റു dA ഇൻറ്റു dx ആണ് വാല്യൂ. Okay, that is equal to, that is u is equal to 1/2 into single integral of, that is single integral of e m into m, that is equal to m square, m into m square, I into I, that is equal to I square, that is divided by e into I square into dx ആവാം. അപ്പോൾ എന്താ സിംഗിൾ ഇന്റഗ്രൽ, ഡബിൾ ഇന്റഗ്രൽ ഓഫ് നെക്സ്റ്റ് വൺ y square dA.
ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് വൈ സ്ക്വയർ ഡി എ. നമുക്കറിയാം ഡബിൾ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ എന്താ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് എക്സ് ആക്സ് അല്ലേ. ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ വൈ ആക്സ്. അതൊക്കെ പഠിച്ചിട്ടുള്ള ടൈമാണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, പണ്ട് മെക്കാനിക്സിനകത്ത് പഠിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ പഠിപ്പിച്ചപ്പോൾ ടോർഷന്റെ കേസ് പറഞ്ഞേ. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു 1/2 into integral m square divided by ei square into dx into integral double integral y square dA എന്ന് പറഞ്ഞാൽ ആക്ച്വലി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ആവാൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഐ സ്ക്വയർ ടൈമും ഐയുടെ ടൈമും ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു എം സ്ക്വയർ ഡി എക്സ് ഡിവൈഡ് ബൈ 2ei 1/2. സോറി 1/2 ഓൾറെഡി വഴി ഇൻ്റഗ്രൽ. Okay, that is u is equal to m square dx divided by 2ei integral. That is the expression for strain energy in terms of bending load, material property and geometry. Okay, material property and geometry. That is equal to m square divided by integral m square divided by integral m square dx divided by 2ei. Okay. Okay, so we already strain energy in terms of load, geometry and material property and discuss ചെയ്ത. ഫസ്റ്റ് ടൈം പറഞ്ഞേക്കുന്നത് സബ്ജക്റ്റഡ് ടു ആക്സിൽ ലോഡ്, നെക്സ്റ്റ് വൺ പറഞ്ഞ ഷിയർ ലോഡ് പറഞ്ഞ് ഷിയർ ഫോഴ്സ് പറഞ്ഞ്, നെക്സ്റ്റ് വൺ ബെൻഡിങ് മൊമെന്റ് പറഞ്ഞ് ബെൻഡിങ് ലോഡ് പറഞ്ഞ്, ലാസ്റ്റ് വൺ പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി എ ബോഡി സബ്ജക്റ്റഡ് ടു ടോർഷണൽ ലോഡ് ഓർ ടോർക്ക് വാല്യൂ. ഓക്കെ, ടോർഷണൽ ലോഡ് ഓർ ടോർക്ക് വാല്യൂ. ഓക്കെ, നമുക്കറിയാം ആദ്യം എന്ത് ചെയ്യണം, സ്ട്രെസ് മെട്രിക്സ് വാല്യൂ എഴുതുക, സ്ട്രെസ് ടെൻസർ എഴുതുക. ദാറ്റ് ഈസ് സ്ട്രെസ് ടെൻസർ. ഓക്കെ, അപ്പം ടോർക്ക് ആകുമ്പോൾ ആക്ച്വലി അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും, ഷിയർ സ്ട്രെസ് വാല്യൂ ആയിരിക്കും അല്ലേ. ഷിയർ സ്ട്രെസ് ആയിരിക്കും വാല്യൂ. നമുക്കറിയാം ഫ്രം ടോർഷൻ ഇക്വേഷൻ ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടോ ഡിവൈഡ് ബൈ ആർ അല്ലെ. ടി ബൈ ജെ ഈസ് ഈക്വൽ ടോ ഡിവൈഡ് ബൈ ആർ. ദെയർഫോർ ടോ ഈസ് ഈക്വൽ ടു ടി ബൈ ജെ ഇൻറ്റു ആർ അല്ലെ. ടോ ഈസ് ഈക്വൽ ടു ടി ബൈ ജെ ഇൻറ്റു ആർ ആണ് വാല്യൂ. ടി ബൈ ജെ ഇൻറ്റു ആർ. ഓക്കെ, ഓൾസോ modulus of rigidity is equal to stress divided by strain value. Okay, therefore gamma is equal to tau divided by cm. Gamma is equal to tau divided by cm. Okay, that is equal to tau xy gamma xy tau xy അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം സ്ട്രെസ് മെട്രിക്സ് വാല്യൂസ് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു normal strain, normal stress illa, that components are 0. And the next one, that is equal to tau xy 0, tau yx 0 0 0. Then the components vary. Next one, strain tensor. Strain tensor is equal to normal strain components 0, shear strain gamma xy divided by 2 0, gamma yx divided by 2 0 0 0 y അല്ലേ. നമുക്ക് ഓൾറെഡി അറിയാം നെക്സ്റ്റ് വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഡി വി ഈസ് ഈക്വൽ ടു ഡി എ ഇൻറ്റു ഡി എക്സ് ആ വാല്യൂ. ഡി വി ഈസ് ഈക്വൽ ടു ഡി എ ഇൻറ്റു ഡി എക്സ് ആണ്. ഓൾസോ ഇക്വാലിറ്റി ഓഫ് ക്രോസ് ഷിയർ ടോ എക്സ് വൈ ഈസ് ഈക്വൽ ടു ടോ വൈ എക്സ് ആണ് വാല്യൂ. വൈ എക്സ് ആണ് വാല്യൂ. ഞാനത് സപ്പോസ് ടോ എന്നങ്ങ് വാല്യൂ എഴുതാൻ നോക്കും സിമ്പിളായിട്ട്. സിമിലർലി ഗാമ എക്സ് വൈ ഈസ് ഈക്വൽ ടു ഗാമ വൈ എക്സ്, അത് സിമ്പിളായിട്ട് ഞാൻ ഗാമ എന്ന് വാല്യൂ എഴുതുകയാണ് നോക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്യുക. ബാക്കി ഇനി സിമ്പിളാണ്. എന്ത് ചെയ്യുക, സ്ട്രെയിൻ എനർജി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ ഓഫ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് യു സ്ട്രെയിൻ എനർജി ഡെൻസിറ്റിയാണ്. സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി നമുക്ക് സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആ വാല്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് സ്ട്രെസ് വാല്യൂസ് ഉള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ എക്സ് വൈ ഇൻറ്റു ഗാമ എക്സ് വൈ ഡിവൈഡ് ബൈ 2 പ്ലസ് tau yx into gamma yx divided by 2 into dv value അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 വോളിയം ഇൻ്റഗ്രൽ ആണ്. വോളിയം ഇൻ്റഗ്രൽ ഓഫ് tau xy gamma xy വാല്യൂസ് സെയിം അല്ലായിരുന്നോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 tau gamma ഡിവൈഡ് ബൈ 2 ഇൻറ്റു dv എന്ന് വരും വാല്യൂ അല്ലേ. അപ്പോൾ ഈ 2ഉം ക്യാൻസൽ ആവും. ദെൻ റിമൈനിങ് വാല്യൂ എന്ന് വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 into
വോളിയം ഇൻ്റഗ്രൽ ഓഫ് ടോ ഗാമ ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എക്സ് എന്ന് വരുമ്പോൾ ഓക്കെ ടോ ഗാമ ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എക്സ് ആണ് വരും. ഡി എ ഇൻറ്റു ഡി എക്സ് ആണ് വാല്യൂ. ഓക്കെ ടോ ഗാമ ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എക്സ്. പിന്നെ നമുക്കിനി ടോയുടെ വാല്യൂം ഗാമയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ടോ ഈസിക്കൽ ടു എന്താ ടി ബൈ ജെ ഇൻറ്റു ആർ, ഗാമ ഈസിക്കൽ ടു ടോ ഡിവൈഡ് ബൈ സി ആ വാല്യൂ. ആ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ടോ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ടോ ടി ബൈ ജെ ഇൻറ്റു ആർ ഇൻറ്റു ഗാമ ഈസ് ഈക്വൽ ടു ടോ ഡിവൈഡ് ബൈ സി ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എക്സ് ആണ് വാല്യൂ. ഡി എ ഇൻറ്റു ഡി എക്സ് ആണ് വാല്യൂ. ദറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് ടി ബൈ ജെ ഇൻറ്റു ആർ ഇൻറ്റു ടോ ഈസ് ഈക്വൽ വാട്ട് ഈസ് ടോ ഈസ് ഈക്വൽ ടി ബൈ ജെ ഇൻറ്റു ആർ ദറ്റ് ഈസ് ഈക്വൽ ടു ടി ബൈ ജെ ഇൻറ്റു ആർ ദറ്റ് ഈസ് ടി ബൈ ജെ ഇൻറ്റു ആർ. ഓൾറെഡി ഇവിടെ എന്തുകൊണ്ട് ടൈം ദറ്റ് ഈസ് യങ്സ് മോളസ് ഒറിജിനിറ്റി ദറ്റ് ഈസ് ഈക്വൽ സി ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എക്സ് ആണ് വാല്യൂ. ഓക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ഇൻ്റഗ്രൽ ഏരിയ ടൈമിൽ ഡബിൾ ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ കോമൺ എടുക്കുക. ദറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ടി സ്ക്വയർ ടി ഇൻറ്റു ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ജെ ഇൻറ്റു ജെ ദറ്റ് ഈസ് ജെ സ്ക്വയർ സി ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ ഡബിൾ ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. ഡബിൾ ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് പറയുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലേ. ഡബിൾ ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ എന്തുവാ ദറ്റ് ഈസ് ദി പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് വാല്യൂ. ദറ്റ് ഈസ് ഈക്വൽ ടു that is u is equal to u is equal to 1/2 into integral t square divided by j square c into dx into j എന്ന് വരും. ഓക്കെ ഇപ്പോൾ ജെ സ്ക്വയറും ജെയുടെ ടൈമും ക്യാൻസൽ ആവും, ഈ 2 അകത്ത് വരും. ദെൻ റിമൈനിങ് വാല്യൂ എന്ത് വരുന്നത് യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഡി എക്സ് ഡിവൈഡ് ബൈ 2jc. That is the expression for strain energy in terms of torsional load, material property and geometry of the material. Okay. Welcome back to another session from the topic strain energy. Today we are discussing a simple problem from this topic. A circular shaft consists of two portions BC and CD of same material and same length but different cross section as shown in the figure. That is, a circular shaft consists of two portions, that is equal to BC and CD. Two portions. Circular shaft consists of two portions BC and CD of the same material. അപ്പോൾ BC എന്ന് പറയുന്നത് CD എന്ന് പറയുന്നത് that is the same material and same length, that is length is equal to L/2 and L/2 but different cross section, that is diameter of the first section. Suppose this is the first section and this is the second one. Diameter of the first section that is equal to D and diameter of the section that is equal to 2D. Okay, and determine the angle of twist for the entire shaft when subjected to twisting couple T at the end D. But D എന്ന് പറയുന്ന എൻഡില ഒരു ടോർക്ക് അപ്ലൈ. ട്വിസ്റ്റിംഗ് കപ്പിൾ എന്ന് പറഞ്ഞ മീനിങ് എന്താ, ദാറ്റ് ഈസ് എ ടേണിംഗ് മൊമെന്റ് ഓർ ടോർക്ക് ആണ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും, എൻ്റയർ ഷാഫ്റ്റിന്റെ സെർട്ടൺ ആംഗിളിൽ എന്ത് ചെയ്യും, ട്വിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. തീറ്റയുടെ വാല്യൂ ആണ് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, തീറ്റയുടെ വാല്യൂ ആണ് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്ട്രെയിൻ എനർജിയാണ് ടോപ്പിക്ക് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമുക്കറിയാം ടോട്ടൽ സ്ട്രെയിൻ എനർജി ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെമ്പർ. ടോട്ടൽ സ്ട്രെയിൻ എനർജി ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെമ്പർ ദാറ്റ് ഈസ് U is equal to U1 plus U2. അല്ലേ, ടോട്ടൽ സ്ട്രെയിൻ എനർജി ഇൻഡ്യൂസ്ഡ്, ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ ദ മെറ്റീരിയൽ ദാറ്റ് ഈസ് U is equal to U1 plus U2. ദാറ്റ് ഈസ് ഫസ്റ്റ് സെക്ഷൻ U1 ആൻഡ് സെക്കൻഡ് സെക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു U2 വരും. ഓക്കെ, ടോർക്ക് അല്ലേ അപ്ലൈ ചെയ്യുന്നത്. Therefore we know that total strain energy induced in the member due to the torque applied that is equal to integral T square
dx divided by 2cj. ഡെറിവേഷൻ പഠിച്ചേ അല്ലേ? 2cj ആണ് ആക്ച്വലി വാല്യൂ വരിക. പ്ലസ് ഇത് ഫസ്റ്റ് സെക്ഷന്റെ വാല്യൂ ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി എക്സ് ഡിവൈഡ് ബൈ 2cj. ഇത് ആക്ച്വലി ഏത് സെക്ഷൻ്റെ? ദാറ്റ് ഈസ് ദി സെക്കൻഡ് സെക്ഷന്റെ വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ദി സെക്കൻഡ് സെക്ഷന്റെ വാല്യൂ. ദാറ്റ് ഈസ് ഫോർ ഫസ്റ്റ് സെക്ഷൻ, ദിസ് ഈസ് ഫോർ സെക്കൻഡ് സെക്ഷൻ, first section, and this is for the second section value. Okay, we know that is dx is varies from 0 to L by 2, 0 to L by 2, again 0 to L by 2 ആണ് ആക്ച്വലി വാല്യൂ അല്ലേ? ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടേണിംഗ് മൊമെന്റ്, ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഇൻ ടേംസ് ഓഫ് ലോഡ്, ജോമെട്രി ആൻഡ് മെറ്റീരിയൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് ഡെറിവേഷൻ ചെയ്ത ഇല്ലേ? ലോഡ് എന്ന് പറയുമ്പോൾ ടോർഷണൽ ലോഡ്, ടോർഷണൽ ലോഡ്, മെറ്റീരിയൽ പ്രോപ്പർട്ടി ആൻഡ് ജോമെട്രി ഇക്വേഷൻ നമുക്കറിയാം. ഇന്റഗ്രൽ ദാറ്റ് ഈസ് 0 to L ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി എക്സ് ഡിവൈഡ് ബൈ 2cj ആയിരുന്നു ഫോർമുല അല്ലെ? ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി എക്സ് ഡിവൈഡ് ബൈ 2cj ആണ്. അത് ലിമിറ്റ് 0 to dl ആണ് ലെങ്ത് വരുന്നത്. ഫസ്റ്റ് സെക്ഷന്റെ വാല്യൂ ദാറ്റ് ഈസ് 0 to L by 2 ആണ് വാല്യൂ. സെക്കൻഡ് സെക്ഷൻ 0 to L by 2 ആണ് ലെങ്ത്, മാക്സിമം ലെങ്ത് എന്ന് പറയുന്ന വാല്യൂ L by 2. ഓക്കെ, ദെൻ ഇപ്പൊ ഈ വാല്യൂ എനിക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ, ഇത് ഫസ്റ്റ് സെക്ഷൻ, ഇത് ഏതാ സെക്കൻഡ് സെക്ഷൻ വാല്യൂ. ഓക്കെ, നമുക്കറിയാം ഫസ്റ്റ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ജെ എന്ന് പറയുന്ന ടൈം എന്തോ? ജെ ഈസ് ഈക്വൽ ടു പൈ ബൈ 32 ഇൻറ്റു ഡി റേസ് ടു 4, ഫസ്റ്റ് സെക്ഷന്റെ വാല്യൂ J1. ഓക്കെ, സെക്കൻഡ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ജെ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു. ഓക്കെ, സെക്കൻഡ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്, സെക്കൻഡ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്, സോറി പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ ബൈ 32 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു 2d ആ വാല്യൂ, ദാറ്റ് ഈസ് 2d the whole raised to 4 ആ വരുന്നത് അല്ലേ? 2d the whole raised to 4 ആകുമ്പോൾ that is equal to J2. സെക്കൻഡ് സെക്ഷൻ വാല്യൂ that is equal to 2 raised to 4, that is 2 raised to 4 into pi by 32 into d raised to 4 ആ വാല്യൂ. ഓക്കെ, 2 raised to 4 is equal to 16 ആണ് അല്ലേ? J2 is equal to 16 into pi by 32 into d raised to 4 അല്ലേ? പൈ ബൈ 32 ഇൻറ്റു ഡി റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തുവാ? പൈ ബൈ 32 ഇൻറ്റു ഡി റൈസ് ടു 4 എന്ന് വെച്ചാൽ ആക്ച്വലി J1 അല്ലേ? ഫസ്റ്റ് സെക്ഷന്റെ വാല്യൂ. അത് സിംപ്ലി ഞാൻ എന്തായിട്ടാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്? J ആയിട്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് അല്ലേ? Therefore J2 is equal to വാല്യൂ എഴുതാം. J2 is equal to 16J എന്ന് വരും. J2 is equal to 16J എന്ന് വരും. ഓക്കെ, ബാക്കിയുള്ള ടോർക്ക് കോൺസ്റ്റന്റ് ആണ്. 2 constant value, there is modulus of rigidity, that is also constant value. Okay, then u is equal to t square into, okay, t square divided by 2cj, comma എടുക്കാമല്ലോ, 2cj comma എടുക്കാം, ഇന്റഗ്രൽ 0 to L by 2 dx എന്ന് വരും, that is equal to L by 2. Okay, L by 2 plus t square into, similarly L by 2 the whole divided by 2c into j എന്ന് പറഞ്ഞ ടൈം എന്താ? സെക്കൻഡ് സെക്ഷനിലെ j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 into j ആ വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 into j ആ വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ രണ്ട് ടൈമിൽ എന്ത് പോകുമ്പോൾ ഈ 2 താഴെ വരും അല്ലേ? 2 into 2 എന്ത് വരും? 4 വരും വാല്യൂ. Therefore u ടോട്ടൽ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു, ഇവിടെ 4, ഇത് t സ്ക്വയർ L, ദാറ്റ് ഈസ് t സ്ക്വയർ into L divided by 4jc, കോമൺ എടുക്കാമല്ലോ. ഈ 2 താഴെ 2 into 2 4 വരും, t സ്ക്വയർ L 4jc വാല്യൂ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? വാല്യൂ റിമൈനിങ് 1 പ്ലസ് t സ്ക്വയർ L 4jc കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? 16 ഇല്ലേ? ദാറ്റ് ഈസ് 1/16 ആ വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 17 t square L divided by 4jc എന്ന് വരുമ്പോൾ. ഓക്കെ, ദാറ്റ് u is equal to 17 t square L divided by 4jc, that is the
ടോട്ടൽ സ്ട്രെയിൻ എനർജി ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെമ്പർ. ഓക്കെ, UT ഇതാണോ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ? അല്ല, ടോട്ടൽ സ്ട്രെയിൻ എനർജി അല്ല ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതോ ഡിറ്റർമൈൻ ദി ആംഗുലർ ട്വിസ്റ്റ് ഫോർ ദ ഷാഫ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഡിറ്റർമൈൻ ദി ആംഗുലർ ട്വിസ്റ്റ് ഫോർ ദി ഷാഫ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് നമുക്കറിയാം ഓൾറെഡി ടോർഷണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ടോർഷണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എനർജി U ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു കോസ് ഇൻറ്റു എഫക്റ്റ് അല്ലേ. 1/2 ഇൻറ്റു കോസ് ഇൻറ്റു എഫക്റ്റ് ആ വാല്യൂ. ദറ്റ് ഈസ് U ഈസ് ഈക്വൽ ടു വാല്യൂ എത്ര? U ഈസ് ഈക്വൽ ടു 17 T²L. ദറ്റ് ഈസ് U ഈസ് ഈക്വൽ ടു LC എടുക്കുക. ദറ്റ് ഈസ് ഈക്വൽ ടു 17 T²L ഡിവൈഡ് ബൈ 4JC. ഓൾറെഡി JC കോമൺ ഉണ്ട്. ദറ്റ് ഈസ് 16 + 1 ദറ്റ് ഈസ് 17 ഡിവൈഡ് ബൈ 60. ഓക്കെ, ദറ്റ് ഈസ് റീഅറേഞ്ച് ചെയ്യുക. ദറ്റ് ഈസ് 17 T²L ഡിവൈഡ് ബൈ 4 ഇൻറ്റു J ഇൻറ്റു C 16 എന്നായിരിക്കും വാല്യൂ വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ആംഗുലർ ട്വിസ്റ്റ് ഫോർ ദി എൻ്റെ. അപ്പോൾ സ്ട്രെയിൻ എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, ആംഗുലർ ട്വിസ്റ്റിന്റെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ആംഗുലർ ട്വിസ്റ്റ് വാല്യൂ. വി നോ ദാറ്റ് ഫോർ ടോർഷണൽ ലോഡ് that is total amount of energy stored in the member, that is equal to 1/2 into cos into effect ആ value അല്ലേ. that is 17 T²L. U is equal to 17 T²L divided by 4CJ into 16 ആയിരുന്നു വാല്യൂ അല്ലേ. that is equal to 1/2 into T into theta. 1/2 into T into theta ആണ് വാല്യൂ. that is equal to T²ഉം Tയുടെ ടൈമും ക്യാൻസൽ ആവും. 2ഉം 4ഉം ക്യാൻസൽ ആവും. റിമൈനിങ് വാല്യൂ തീറ്റ ഈസ് ഈക്വൽ ടു 17/16 ഇൻറ്റു TL ഡിവൈഡഡ് ബൈ 2CJ. 17/16 ഇൻറ്റു TL ഡിവൈഡ് ബൈ 2CJ വാല്യൂ. അതാണ് ആക്ച്വലി എന്ന് പറയുന്നത് ആംഗുലർ ട്വിസ്റ്റ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു? Determine the angular twist for the entire shaft. That is angular twist for entire shaft by strain energy method. That is theta is equal to 17/16 into T into L. 17/16 into T into L divided by 2 into C. Okay. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിഗ്ലാനോസ് തിയറം എന്ന് പറഞ്ഞ സെക്കൻഡ് തിയറം എന്നൊരു തിയറം നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചില പാരാമീറ്റർ വേണം. അപ്പോൾ ആ ടൈം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടൈം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ സിലബസിനകത്ത് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് ആ ടൈം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. റെസിപ്രോക്കൽ തിയറം അല്ല, റെസിപ്രോക്കൽ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെസിപ്രോക്കൽ റിലേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ആ ടൈം നമുക്കറിയണം. ആ ടൈമിന് പറയുന്നവർ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് എന്നാണ് പറയുക. influence coefficient of displacement. Next day, that is influence coefficient of displacement, which is represented by AIJ. എന്തെന്നുള്ളതെല്ലാം പറയാം. ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലുള്ള ഹുക്സ് ലോ എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് അല്ലേ. ഹുക്സ് ലോ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു strain. When the material is loaded within the proportionality limit, stress is directly proportional to strain. അത് കഴിഞ്ഞ് നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ അകത്ത് ലോഡ് ഡിഫോർമേഷൻ ഡയഗ്രം പഠിച്ചായിരുന്നു അല്ലേ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ദാറ്റ് ഈസ് ഡിഫോർമേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ് അപ്ലൈഡ് ഇൻ ദ മെമ്പർ അല്ലേ. ലോഡ് അപ്ലൈഡ് ഇൻ ദ മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കറിയാം ഒരു മെമ്പറിനകത്ത് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ അകത്ത് സ്ട്രെസ് ആണോ സ്ട്രെയിൻ ആണോ ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഡിഫോർമേഷൻ ആണ് ഇൻഡ്യൂസ് ചെയ്യാനൊരു ടെൻഡൻസി വരുന്നത്. ആ ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് സ്ട്രെസ് എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ അല്ലേ. നമുക്കറിയാം അപ്പം ഡിഫോർമേഷൻ നമുക്കറിയാം ദറ്റ് ഈസ് ലോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫോർമേഷൻ ആ വാല്യൂ അല്ലേ. ദറ്റ് ഈസ് ലോഡ്. സിമിലർലി ദറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ് അല്ലേ. അതേ പറഞ്ഞത് എക്സ്റ്റേണൽ ആയിട്ടൊരു ലോഡ് കൊടുക്കുമ്പോൾ ആദ്യം അതിനെ ഒക്കർ ചെയ്യുന്ന എന്തോ ഡിഫോർമേഷൻ ആണ് ആക്ച്വലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ് വാല്യൂ വരിക. ഓക്കെ, ദാറ്റ് ഈസ് ദെയർഫോർ ഡിഫോർമേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ് അല്ലേ. ഡിഫോർമേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ് ആണെങ്കിൽ ഡിഫോർമേഷൻ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ് വാല്യൂ അല്ലേ. നമുക്ക് അറിയാം. ഇനി ഞാനൊരു ബോഡി കൺസിഡർ ചെയ്യാം. Okay, suppose this is point 1. ഈ point 1 ഒരു ലോഡ് ഞാൻ അപ്ലൈ ചെയ്യാം.
സപ്പോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു P1. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മെമ്പറിന് എന്ത് ചെയ്യും? ഡീഫോർമേഷൻ ഒക്കെ ചെയ്യും. ഈ ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ലോഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും അതിന് ഡീഫോർമേഷൻ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു Δ1. ലോഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും അതിന് ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു Δ1 ആ വാല്യൂ അല്ലേ? അപ്പോൾ നമുക്കറിയാം Δ1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P1 അല്ലേ? Δ1 is deformation at the first point which is directly proportional to load applied at the first point അല്ലേ? deformation occurred at the first point which is directly proportional to load applied at the first point അല്ലേ? അപ്പോൾ ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി Δ1 is equal to a constant into P1 എന്ന് എഴുതാമല്ലോ. Δ1 is equal to a constant into P1 എന്ന് വാല്യൂ എഴുതാം. ദാറ്റ് ഈസ് Δ1 is equal to ഈ കോൺസ്റ്റന്റിന് പകരം ഞാൻ A11 ഇൻറ്റു P1 എന്ന വാല്യൂ എഴുതി. ഓക്കെ, ക്ലിയർ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഡിഫോർമേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ് അപ്ലൈഡ്. ദാറ്റ് ഈസ് Δ1 ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഞാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റ് ആണ് ഞാൻ A11 എന്ന് എന്തോന്നുള്ളതെല്ലാം പറയാം. A11 എന്ന് എഴുതി കോൺസ്റ്റന്റ് പറയാം. ദാറ്റ് ഈസ് ഇൻറ്റു P1 എന്ന വാല്യൂ. അപ്പോൾ ഈ A11 പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഈ A11 എന്ന് പറയുന്ന ഈ കോൺസ്റ്റന്റ് പറയുന്ന പേരാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഈസ് നോൺ ആസ് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ്. ഈ ടൈമിന് പറയുന്ന പേര് എന്തുവാ? വിച്ച് ഈസ് നോൺ ആസ് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് എന്നാ പറയാം. A11 എന്ന് പറയുന്നത് എന്തുവാ? ദിസ് ഈസ് നോൺ ആസ് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ്. ഈ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിന്റെ ഷേപ്പ്, ഈ മെറ്റീരിയലിന്റെ സൈസ്, പിന്നെന്താ പറയുന്നത്? മെറ്റീരിയലിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഓഫ് എ ബോഡി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഷേപ്പ്, സൈസ് ആൻഡ് മെറ്റീരിയൽ പ്രോപ്പർട്ടി. അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് എന്നുള്ള വാല്യൂ വേരി ചെയ്യും. ഇനി എന്തുവാണ് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറയാം. നോക്കുക, ഒന്നുകൂടെ പറയാം. ലോഡ് ഈസ് ഡയറക്ട്ലി ഡിഫോർമേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ്. ദെയർഫോർ ഡിഫോർമേഷൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻ ലോഡാണ് വാല്യൂ വരുന്നത്. ആ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ്. അപ്പോൾ പേരിനകത്ത് തന്നെ ഉണ്ട് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ്. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തോ ഒരു ഫാക്ടർ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏത് പോയിന്റിലാണ് ഞാൻ നോട്ട് ചെയ്തേക്കുന്നത്? ഫസ്റ്റ് പോയിന്റിലാണ് ഞാൻ നോട്ട് ചെയ്തേക്കുന്നത്. ഏത് പോയിന്റിലാണ് ഞാൻ ലോഡ് അപ്ലൈ ചെയ്തേക്കുന്നത്? ഫസ്റ്റ് പോയിന്റിലാണ് ഞാൻ ലോഡ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടി കാണും. ഇപ്പോൾ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് A11 എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്തുവാ? ദാറ്റ് ഈസ് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഓഫ് A11 മീൻസ് ദാറ്റ് ഈസ് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഓഫ് displacement influence coefficient of displacement at point 1 due to a load at point 1. ഓക്കെ, ദെൻ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് A11 എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ഡിസ്പ്ലേസ്മെന്റും സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന ലോഡിന്റെ പോയിന്റും. ഇവിടെ A11 എന്ന് പറയാനുള്ള റീസൺ ഡിസ്പ്ലേസ്മെന്റും ലോഡും ഒരേ പോയിന്റ് വന്നിരിക്കുന്നത് അല്ലേ? P1 എന്ന് പറഞ്ഞാൽ പോയിന്റ് 1 അപ്ലൈ ചെയ്യുന്നത്. കറസ്പോണ്ടിങ് ഡിഫോർമേഷൻ ആണ് Δ1. ഇപ്പോൾ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് A11 എന്ന് പറഞ്ഞാൽ മീനിങ് എന്തുവാ? ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 1 ആൻഡ് ഡ്യൂ ടു ദി ലോഡ് അറ്റ് പോയിന്റ് 1. അപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റും സെക്കൻഡ് 1 എന്ന് പറഞ്ഞേക്കുന്നത് അറ്റ് പോയിന്റ് 1ഉം സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ലോഡ് പോയിന്റ് വന്നേക്കുന്നത് അല്ലേ? ദാറ്റ് ഈസ് ഐ എന്ന് പറയുന്നത് എന്തുവാ? ഫസ്റ്റ് 1. ഇപ്പോൾ ഇതിനെ ജനറലൈസ് ചെയ്ത് AIJ എന്ന് ഞാൻ വാല്യൂ എഴുതുവാണെങ്കിൽ ഇതിൽ ഐ എന്ന് പറയുന്ന ടൈം എന്താ പറയുന്നത്? ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഐ എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റും ജെ എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ലോഡ് പോയിന്റ്. ദാറ്റ് ഈസ് ദി ലോഡ് പോയിന്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ A11 എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്തുവാ? ദാറ്റ് ഈസ് ദി ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിനെയും സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോഡ് പോയിന്റിനെയും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ് Δ1. ലോഡ് ഇപ്പോൾ 1-ലാണോ 2-ലാണോ 3-ലാണോ എന്നാണ് ആക്ച്വലി എന്ത് മീൻ ചെയ്യുന്നത്? സെക്കൻഡ് കോയിഫിഷ്യന്റ് ആക്ച്വലി സെക്കൻഡ് സഫിക്സ് ആക്ച്വലി മീൻ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് AIJ മീൻസ് ദാറ്റ് ഈസ് ഐ മീൻസ് ദ ഡിസ്പ്ലേസ്മെന്റ് പോയിന്റ് ആൻഡ് ജെ മീൻസ് ദി ലോഡ് പോയിന്റ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. ഞാൻ അടുത്ത ഒരു ലോഡും കൂടെ അപ്ലൈ ചെയ്യാം. സപ്പോസ് ഈ പോയിന്റിൽ ഞാനൊരു ലോഡ് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു P2. ഇതിലൂടെ അപ്ലൈ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു P2 വാല്യൂ.
P2 ഒരു ലോഡ് ചെയ്യാൻ നമുക്ക് കൊടുക്കും. That is equal to P2. And corresponding displacement in the same direction, that is equal to delta 2. Okay, delta 2 ആണ് corresponding deformation എന്ന് പറയുന്ന വാല്യൂ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വാല്യൂ. Okay, then delta 1 can be okay when we apply P2 at point 2, when we apply P2 at point 2, then delta 1 deformation at first point, that is equal to we already knows that is A11 P1. Okay, that is the deformation displacement influence coefficient, that is influence coefficient of displacement at point 1 due to load point, that is equal to 1. Okay, that is influence coefficient of displacement at point 1 ഡ്യൂ ടു ലോഡ് ആക്ടിങ് അറ്റ് പോയിന്റ് 1 അല്ലേ. എന്ന് വെച്ചാൽ ഒരു മെമ്പർ കൺസിഡർ, ഒരു ബലൂൺ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എയർ ഫില്ല് ചെയ്ത് ഒരു പോയിന്റിൽ മാത്രം ഞാൻ ലോഡ് കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി എന്ത് ചെയ്യും, അതിൻ്റെ എഫക്റ്റ് എല്ലാ പോയിന്റിലും വരും അല്ലേ. പാസ്കൽസ് ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ പോയിന്റിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ ആക്ച്വലി ഈ P1 കാരണമാണോ ഡെൽറ്റ 1 ഉണ്ടാകുന്നത്? അല്ല, P2വിൻ്റെയും ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് അല്ലേ. P2വിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് പ്ലസ് ദാറ്റ് ഈസ് ഇക്വൽ ടു എ. ഏത് പോയിന്റാണ് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എവിടുത്തെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുത്തേക്കുന്നത്. therefore that is equal to A1 ഡ്യൂ ടു ലോഡ് പോയിന്റ് ആക്ടിങ് അറ്റ് എവിടെ വരുന്നത്? that is equal to 2. that is equal to P2 ഓവൽ. ഓക്കെ, സിമിലർലി ഡെൽറ്റ 1 മാത്രമാണോ ഉള്ളത്? അല്ല, ഡെൽറ്റ 2 ഉണ്ട് അല്ലേ. ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു that is equal to A. ആക്ച്വലി ഡെൽറ്റ 2 ഏത് പോയിന്റിൽ ആക്ട് ചെയ്യുന്നത്? 2 എന്ന് പറയുന്ന പോയിന്റിലല്ലേ ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 2. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ലോഡ് പോയിന്റ് ഏതാ? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു P1 പ്ലസ് ദാറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 2 ഡ്യൂ ടു ദി ലോഡ് പോയിന്റ് അറ്റ് പോയിന്റ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു P2. ഇങ്ങനല്ലേ വരുന്നത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിയർ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ 3 ആണെന്ന് വെച്ചു. P3 ഡെൽറ്റ 3. ഓക്കെ, P3 ഡെൽറ്റ 3 എന്ന് പറയുമ്പോൾ ആക്ച്വലി ഫസ്റ്റ് പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ലോഡ് പോയിന്റ് കാരണം ഒരു ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ്, ഫസ്റ്റ് പോയിന്റില സെക്കൻഡ് ലോഡ് കാരണം ഒരു ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ്, സിമിലർലി ഫസ്റ്റ് പോയിന്റില തേർഡ് ലോഡ് കാരണം ഒരു ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ്. ഓക്കെ, പ്ലസ് സിമിലർലി സെക്കൻഡ് പോയിന്റ് കൺസിഡർ ചെയ്യും. സെക്കൻഡ് പോയിന്റില ഫസ്റ്റ് ലോഡ് കാരണം, ഇപ്പൊ ലോഡ് പോയിന്റ് അല്ലേ, ഒരു ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ്. സെക്കൻഡ് ലോഡ് കാരണം ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് പോയിന്റിൽ തേർഡ് ലോഡ് പോയിന്റ് കാരണം ഒരു ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു P3. ഓക്കെ, സിമിലർലി ഡെൽറ്റ 3 എങ്ങനെ എഴുതുന്നത് പറഞ്ഞേ? ഡെൽറ്റ 3 എന്ന് പറയുമ്പോൾ ആക്ച്വലി തേർഡ് പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. therefore A3 ഡ്യൂ ടു ലോഡ് ആക്ടിങ് അറ്റ് ഫസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു P1 പ്ലസ് A32 P2 പ്ലസ് A33 that is equal to P3. ഇങ്ങനെ ആയിരിക്കും വരിക. പറഞ്ഞ് ക്ലിയർ ആയോ? ഒന്നുമില്ല. ഇൻഫ്ലുവൻസ് കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മീൻ ചെയ്യുന്നത് നമുക്കറിയാം, ഡിഫോർമേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ് അപ്ലൈഡ്. അപ്പോൾ ആക്ച്വലി ഒന്നിൽ കൂടുതൽ ലോഡ് വരുമ്പോൾ, മൾട്ടിപ്പിൾ ലോഡ് വരുന്ന കേസിൽ ഒറ്റ ഒരു പോയിന്റിലെ ലോഡ് കാരണമല്ല ആക്ച്വലി പർട്ടിക്കുലർ പോയിന്റിലെ ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്. എല്ലാ ലോഡിൻ്റെയും എഫക്റ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. അതാണ് ആക്ച്വലി എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് A11 എന്ന് പറഞ്ഞാൽ ആക്ച്വലി മീൻ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് A11 എന്ന് പറഞ്ഞാൽ മീൻ ചെയ്ത് ഫസ്റ്റ് പോയിന്റ് ദാറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് ദാറ്റ് ഈസ് ദി ലോഡ് പോയിന്റ്. അപ്പോൾ 3 ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഡിസ്പ്ലേസ്മെന്റ് വാല്യൂസ് ഉണ്ട്. ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 ദാറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് പോയിന്റ്സ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോഡ് പോയിന്റ് വരും. ദാറ്റ് ഈസ് A1, A2, A3 വരും. അതിന് കറസ്പോണ്ടിങ് ലോഡ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ലോഡ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ലോഡ് പോയിന്റ്, തേർഡ് പോയിന്റ് ലോഡ്. ഓക്കെ, സിമിലർലി ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇൻഫ്ലുവൻസ് കോയിഫിഷ്യൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യന്റ് പാരാമീറ്റർ വാല്യൂ എനിക്ക് എഴുതാം. ഇത് നോട്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഈ മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം എന്നൊക്കെ പറഞ്ഞ പ്രൂഫ് ഒക്കെ നേരത്തെ പഠിക്കാനുണ്ടായിരുന്നു. റെസിപ്രോക്കൽ തിയറം അതൊന്നും നമുക്കിപ്പോൾ വേണ്ട, പ്രൂഫ് ഒന്നും വേണ്ട. ജസ്റ്റ് റെസിപ്രോക്കൽ തിയറം അല്ലെങ്കിൽ റെസിപ്രോക്കൽ റിലേഷൻ മാത്രം, തിയറവും വേണ്ട, റെസിപ്രോക്കൽ റിലേഷൻ മാത്രം മതി. അതുപോലെ കാസ്ലാനോസ് സെക്കൻഡ് തിയറം ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രൂഫ് ഉണ്ടായിരുന്നു പഠിക്കാൻ. ഇപ്പോൾ ഈ നമുക്ക് ആക്ച്വലി എന്തുവാ ഒന്നിൻ്റെയും പ്രൂഫ് ആവശ്യമില്ല, ജസ്റ്റ് തിയറം മാത്രം മതി. ഈ പ്രൂഫൊക്കെ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇൻഫ്ലുവൻസ് കോയിഫിഷ്യൻ എന്നുള്ള പാരാമീറ്റർ നമ്മൾ പഠിക്കേണ്ടിയിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി റെസിപ്രോക്കൽ റിലേഷൻ. റെസിപ്രോക്കൽ റിലേഷൻ.
Okay, reciprocal relation is nothing but A12 is equal to A21. That's A12 is equal to A21. A12, that is the influence coefficient value. Then what is A12? That is, it means that deflection അല്ലെങ്കിൽ deformation produced at point 1 displacement deflection or displacement produced at point 1 by unit load applied at point 2 is equal to displacement or deflection occurred at point 2 by unit load at point 1. Okay, that is the definition. Very clear. It means that definition note ചെയ്തോണം. It means that deflection produced at point 1 deflection or displacement produced at point 1 by a unit load applied at point 2 is equal to the deflection or displacement produced at point 2 by a unit load applied at point 1. Okay, വളരെ ക്ലിയർ ആണ്. റെസിപ്രോക്കൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. A12 is equal to A21. That is displacement produced at point 1 by a unit load applied at point 2 is equal to the displacement or deflection produced at point 2 by a unit load applied at point 1. രണ്ടും എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം ആണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റും സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് എ ലോഡിനെയാണ് ആക്ച്വലി മീൻ ചെയ്തേക്കുന്നത്. ഓക്കെ,